WWE ഷീൽഡ് ടീം വന്നിട്ടുള്ളത് വില്ലന്മാരായിട്ടാണ്. ജോൺസിനെതിരെ വന്നു, ജോൺസിനെ എടുത്ത് പഞ്ഞി കിട്ടതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഷീൽഡ് ഒരു കാലത്ത് കാണികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ഫേവറേറ്റ് ഹീറോസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷീൽഡിന്റെ ഏറ്റവും വലിയ എതിരാളികളായിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ച് ആയിരുന്നു. ട്രിപ്പിൾ എച്ച് ഷീൽഡിന് ഒരു വൻ മുട്ടൻ പണി കൊടുത്തു. 11 പേരെ ഷീൽഡിലെ 3 പേർക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തു. ഷീൽഡിനെ പഞ്ഞി കിട്ടുകൊണ്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അവർ മാത്രമല്ല, എവല്യൂഷൻ ടീമും ഷീൽഡിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഷീൽഡിനെതിരെ ഇത്രത്തോളം പേര് വന്നിട്ടുള്ളത്? എന്തിനാണ് ട്രിപ്പിൾ എച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ എല്ലാം തന്നെ അവസാനം എന്തായി മാറി, അഥവാ ഷീൽഡിന്റെ ബ്രേക്കപ്പിലേക്ക് നയിച്ചത് എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെയെങ്കിലും വെച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. റെസിൽമേനിയ 30 ശേഷമായിരുന്നു ഇവരുടെ ഈ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയുടെ തുടക്കം WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസിൽമേനിയ 30 ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ റെസിൽമേനിയ 30 ഏറ്റവും പ്രധാനപ്പെട്ട മാച്ച്, മെയിൻ ഇവന്റ് മാച്ച്, ഡാനിയൽ ബ്രയാന്റെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് തന്നെയായിരുന്നു. ഡാനിയൽ ബ്രയാൻ വിജയിച്ച ആ ഒരു കാര്യം തന്നെയായിരുന്നു എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ്. അപ്പോൾ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഡാനിയൽ ബ്രയാന്റെ ഒരു വരവോട് കൂടിയായിരുന്നു. താൻ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഫാൻസിന്റെ അടുത്തേക്കായിരുന്നു ഡാനിയൽ ബ്രയാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഡാനിയൽ ബ്രയാൻ എല്ലാവരോടും നന്ദി പറയുകയുണ്ടായി. അദ്ദേഹം നന്ദി പറഞ്ഞ് സന്തോഷം കൊണ്ട് പുളകിതനായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് WWEയുടെ അമരക്കാരനായിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ച് ആയിരുന്നു. ട്രിപ്പിൾ എച്ച് റിംഗിൽ കയറാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഉപയോഗിച്ച് യെസ് ചാൻഡുകളായിരുന്നു ഡാനിയൽ ബ്രയാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ നിന്റെ ആഘോഷം മുഴുവൻ തീർത്തോ, ഇത് നിനക്ക് ഏറ്റവും അവസാനമായിട്ട് കിട്ടുന്ന ഒരു രാത്രിയാണ് എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഈ ഒരു റോ എപ്പിസോഡിൽ നീ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എനിക്കെതിരെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ആ ഒരു മാച്ചിൽ നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കും, നിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പും ഞാൻ കൊണ്ടുപോയിരിക്കുമെന്ന് ഡാനിയൽ ബ്രയാനെ വെല്ലുവിളിച്ചു ട്രിപ്പിൾ എച്ച്. ഈ ഒരു ഷോയിൽ തന്നെ ബാക്ക് സ്റ്റേജ് കാണിക്കുകയുണ്ടായി. ബാക്ക് സ്റ്റേജിൽ വെച്ച് സ്റ്റീഫനി മക്മാൻ കെയ്നിനോടും ഷീൽഡിലെ 3 മെമ്പേഴ്സിനോടും പറയുകയുണ്ടായി, ഇന്നത്തെ ട്രിപ്പിൾ എച്ച് വേഴ്സസ് ഡാനിയൽ ബ്രയാൻ തമ്മിലുള്ള മാച്ചിൽ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ട്രിപ്പിൾ എച്ചിന്റെ കയ്യിലേക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എത്തണം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന്. അതുവരെ അതോറിറ്റി ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷീൽഡിന് ഇവർ ഈ പറഞ്ഞ കാര്യം തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആക്ഷൻസ് എല്ലാം തന്നെയായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഷീൽഡ് ടീം വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യണോ, ഡാനിയൽ ബ്രയാനെ വെറുതെ തോൽപ്പിക്കണോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മളവിടെ കണ്ടത്. കെയ്നും ഷീൽഡ് ടീമിലെ 3 മെമ്പേഴ്സും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമെല്ലാം തന്നെ ബാക്ക് സ്റ്റേജിൽ വെച്ച് ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ മെയിൻ ഇവന്റിന്റെ സമയമായി റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയാൻ ആയിരുന്നു. ട്രിപ്പിൾ എച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ബ്രയാന്റെ മുൻപിലേക്ക് എത്തിയത് ബാറ്റിസ്റ്റയും റാൻഡി ഓർട്ടണുമായിരുന്നു. 2 സൈഡുകളിലൂടെ റാൻഡിയും ബാറ്റിസ്റ്റയും കയറി വന്നുകൊണ്ട് ഡാനിയൽ ബ്രയാനെ അറ്റാക്ക് ചെയ്തൊരു പരുവമാക്കി. ഈ ഒരു അറ്റാക്ക് ചെയ്തിട്ട ഡാനിയൽ ബ്രയാനെ അപ്പോൾ തോൽപ്പിച്ചുകൊണ്ട് ട്രിപ്പിൾ എച്ചിന് ചാമ്പ്യൻ ആകാൻ വേണ്ടി തന്നെയായിരുന്നു അവരുടെ പ്ലാനുകൾ ഉണ്ടായിരുന്നത്. എല്ലാവരും അവരുടെ ഫിനിഷേഴ്സ് ചെയ്യുന്ന സമയത്ത് കെയ്ൻ ആയിരുന്നു ഇന്റർഫിയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. കെയ്ൻ വന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഫിനിഷർ ആയിരുന്നു. അതെ, ചോക്ക് സ്ലാം ചെയ്തു ഡാനിയൽ ബ്രയാനെ. അങ്ങനെ ബ്രയാനെ എണീക്കാൻ വയ്യാത്ത രീതിയിൽ കിടക്കുന്ന സമയത്ത് ട്രിപ്പിൾ എച്ചിന്റെ എൻട്രി അവിടെ കണ്ടു. ട്രിപ്പിൾ എച്ച് വന്ന് റഫറിയോട് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. എന്നാൽ റഫറി അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്കെതിരെ എങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്? ഈ ഒരു വ്യക്തി എന്തായാലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് എനിക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ ട്രിപ്പിൾ എച്ചിനോട് കച്ചറയുണ്ടാക്കി നിൽക്കുന്ന റഫറി ആയിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ നിക്കക്കളിയില്ലാതെ റഫറിക്ക് അത് അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ഡാനിയൽ ബ്രയാൻ നിലത്ത് കിടക്കുകയാണ്. ട്രിപ്പിൾ എച്ച് ഡാനിയൽ ബ്രയാനെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അവിടേക്കായിരുന്നു അവർ 3 പേരും എത്തിയിട്ടുണ്ടായിരുന്നത്. ദ ഷീൽഡ്. കെയ്നെതിരെ പ്രശ്നമുണ്ടാക്കി പോയതുകൊണ്ട് തന്നെ അതോറിറ്റി ടീമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷീൽഡ് വന്നത് എന്നുള്ളത് ട്രിപ്പിൾ എച്ചിനും അതോറിറ്റി ടീമിനും മനസ്സിലായി. ഈ ഒരു സമയമായപ്പോഴേക്കും ഫാൻസിന്റെ വൻ ഫേവറേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു ഇവർ 3 പേരും. അങ്ങനെ ഒരു സൈഡിൽ ഷീൽഡ് 3 പേരും, മറ്റൊരു സൈഡിൽ റാൻഡി ഓർട്ടൺ, ബാറ്റിസ്റ്റ, കെയ്ൻ എന്നിവർ 3 പേരും. സെൻട്രലിൽ നിൽക്കുന്നത് ട്രിപ്പിൾ എച്ച് ഇവരോട് 3 പേരോടും പറയുന്നുണ്ട്, ഷീൽഡിനെ അറ്റാക്ക് ചെയ്യരുത്, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒതുക്കി തീർക്കണം, ഇതെല്ലാം തന്നെ കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ. എന്നാൽ ഈ കാര്യം പറഞ്ഞു തിരിഞ്ഞ ഉടനെ തന്നെ ട്രിപ്പിൾ എച്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസിന്റെ കയ്യിൽ നിന്നും ഒരു സ്പിയർ ആയിരുന്നു. അതോടുകൂടി അവിടെ അടി തുടങ്ങി. ഫൈറ്റിന്റെ ഏറ്റവും അവസാനം റിംഗിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ചും. ട്രിപ്പിൾ എച്ചിന്റെ സൈഡിൽ 3 സൈഡുകളിലായിട്ട് ഷീൽഡിലെ 3 പേരും ഉണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ച് ഇവരോട് 3 പേരോടും അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അതായിരുന്നു ഡാനിയൽ ബ്രയാന്റെ വക ഡ്രോപ്പ് കേക്ക്. ട്രിപ്പിൾ എച്ചിനെ എവല്യൂഷൻ ടീം അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോവുകയുണ്ടായി. ഇതോടുകൂടി എവല്യൂഷൻ വേഴ്സസ് ഷീൽഡ് തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവിടെ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത് ബാറ്റിസ്റ്റ ആൻഡ് റാൻഡി ഓർട്ടൺ ടീം ആയിക്കൊണ്ട് ജെ ഉസോ
ആൻഡ് ജിമി യൂസോ അഥവാ ഉസോസിനെതിരെയുള്ള ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളായപ്പോഴേക്കും റാൻഡി ഓർട്ടൺ ഏതോ ഒരു ഉസോയെയും കൊണ്ട് റിംഗ് സൈഡിലിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിംഗിൽ ബാറ്റിസ്റ്റയും വേറൊരു ഉസോയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഷീൽഡ് ടീം അവിടേക്ക് എത്തുകയുണ്ടായി. ഷീൽഡിലെ 3 പേരും കൂടി വന്ന് റിംഗ് സൈഡിലിട്ട് റാൻഡി ഓർട്ടോണെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാറ്റിസ്റ്റ പിന്നീടായിരുന്നു ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടോണെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ റിംഗിൽ നിൽക്കുന്ന ബാറ്റിസ്റ്റയെ മാത്രമായിരുന്നു ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ടായിരുന്നത്. റിംഗിലേക്ക് കയറാൻ നിന്നിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിനെയും ഡീൻ ആംബ്രോസിനെയും ബാറ്റിസ്റ്റ അറ്റാക്ക് ചെയ്തെങ്കിലും റോമൻ റെയ്ൻസിന്റെ കയ്യിൽ നിന്നും ഒരു സൂപ്പർമാൻ പഞ്ചായിരുന്നു ബാറ്റിസ്റ്റയുടെ മോന്തക്കെട്ട് കിട്ടിയത്. ബാറ്റിസ്റ്റയും റാൻഡി ഓർട്ടോണും അടികൊണ്ട് റിംഗ് സൈഡിൽ നിന്നും എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ച് റോയുടെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ബ്രാഡ് മർഡോക്സിനോട് ത്രിബിൾ പറയുകയുണ്ടായി, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഷീൽഡിന് ഇന്നത്തെ മെയിൻ ഇവന്റിൽ ഒരു മാച്ച് ഉണ്ട്, അവർക്കൊരു മാച്ച് ഉണ്ടായിരിക്കും, പക്ഷേ അതിലെ എതിരാളികൾ ആരാണ് എന്നുള്ളത് ഇപ്പോൾ പറയില്ല, മിസ്റ്ററി ഓപ്പോണന്റ് ആണ് എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു കാര്യം അനൗൺസ് ചെയ്തു. അങ്ങനെ റിംഗിലേക്ക് ഷീൽഡിലെ 3 പേരും വരികയായി അവരുടെ എതിരാളികൾ ആരാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി. ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് വില്ലന്മാരിൽ വില്ലനായിട്ടുള്ള ആൽബർട്ടോ ഡെൽ റിയോ, രണ്ടാമതായി അമേരിക്കക്കാരുടെ സ്വന്തം ജാക്ക് സ്വാഗർ, മൂന്നാമതായി ഡാൻസ് മാസ്റ്റർ ഫാൻഡാങ്കോ. എന്നാൽ അവിടെ തീരുമെന്ന് വിചാരിച്ച നമുക്ക് വരെ തെറ്റിപ്പോയി. അടുത്തതായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് 3MBയിലെ 3 പേരുമായിരുന്നു, ജിൻഡർ മഹാൽ, ഹീത്ത് സ്ലേറ്റർ ആൻഡ് ഡ്രൂ മാക്കിൻഡയർ. 6 പേര് വന്നിട്ടും നിന്നില്ല. ടൈറ്റസ് ഓനെയിൽ വരികയുണ്ടായി. ഷീൽഡിന്റെ പുക കാണാൻ വേണ്ടിയിട്ട് അടുത്ത 2 പേരെത്തി, റൈബാക്ക് ആൻഡ് കേർട്ടിസ് ആക്സൽ. ഇതിനൊരു അന്ത്യമില്ലേ. 10ാമതായി വന്നിട്ടുണ്ടായിരുന്നത് റൂസേവ് ആയിരുന്നു. ആൻഡ് 11ാമതായി നെക്സസ് ടീമിന്റെ അമരക്കാരനായിട്ടുണ്ടായിരുന്ന വെയ്ഡ് ബാരറ്റ്. അതോട് കഴിഞ്ഞു. അതെ, 3 പേർക്കെതിരെ 11 പേരെയായിരുന്നു ത്രിബിൾ എച്ച് അണിനിരത്തിയിട്ടുണ്ടായിരുന്നത്. ബാറ്റിസ്റ്റയെയും റാൻഡി ഓർട്ടോണെയും അറ്റാക്ക് ചെയ്തതിന്റെ പ്രതികാരം മുഴുവൻ ത്രിബിൾ എച്ച് ഇവരിലൂടെ തീർക്കാൻ വേണ്ടി തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് കയറിക്കൊണ്ട് ഷീൽഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും കയറുന്ന ഓരോരുത്തരെയും ഷീൽഡ് എടുത്ത് പുറത്തേക്ക് ഇടിച്ചിടുകയായിരുന്നു. പിന്നീട് ഇവരുടെ മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആരെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീൽഡ് ടീമിനോ ഷീൽഡിൽ ആരെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 11 പേർക്കോ സാധിച്ചിട്ടില്ലായിരുന്നു. ഏറ്റവും അവസാനം റിംഗ് സൈഡിൽ ഇട്ടുകൊണ്ട് റൈബാക്ക് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ റോമൻ റെയ്ൻസ് ഓടി വന്നുകൊണ്ട് റിംഗ് സൈഡിലൂടെ റൈബാക്കിന് ഒരു സ്പിയർ കൊടുക്കുകയുണ്ടായി. അതോടുകൂടി കടന്നൽ കൂടെ ഇളകിയതുപോലെ എല്ലാവരും കൂടി റോമൻ റെയ്ൻസിനെ പൊതിഞ്ഞു. തല്ലോട് തല്ലായിരുന്നു. റിംഗിൽ നിന്നിട്ടുണ്ടായിരുന്ന ഡീൻ ആംബ്രോസ് ഓടി വന്ന് ഇവരുടെ മേലേക്കെല്ലാം തന്നെ ചാടിയെങ്കിലും 11 പേരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ 3 പേർ നന്നായി കഷ്ടപ്പെട്ടു. എന്നാൽ റോളിൻസ് ഓടിച്ചെന്നുകൊണ്ട് ഇവരുടെ മുകളിലേക്ക് ഒരു ഡൈവ് ചെയ്യുകയുണ്ടായി. അതോടുകൂടി 11 പേരും നിലം പരിശായി. ഇവർ 3 പേരും മാത്രം അവിടെ നിൽക്കുന്നു. ഇവർ 3 പേരും കൂടി റിംഗിൽ നിന്നുകൊണ്ട് അവരെ വിളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ, കിഡിലൻ സീനായിരുന്നു. ഫാൻസിന്റെ മുഴുവൻ ആരവവും ഷീൽഡിനെ തന്നെയായിരുന്നു. റിംഗിലേക്ക് കയറുന്ന ഓരോരുത്തരെയായിട്ട് ഷീൽഡ് ടീം എടുത്തടിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടി നോക്കി. പക്ഷെ 11 പേരുണ്ടല്ലോ, കഴിഞ്ഞില്ല. എല്ലാവരും ഒരുമിച്ച് റിംഗിലേക്ക് കയറുകയുണ്ടായി. റിംഗിലിട്ടുകൊണ്ട് ഇവരെ 3 പേരെ 3 സൈഡുകളിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്തിട്ടതിന് ശേഷം അതാ വരുന്നു എവല്യൂഷന്റെ മ്യൂസിക്. ട്രിപ്പിൾ എച്ച്, റാൻഡി ഓർട്ടൺ, ബാറ്റിസ്റ്റ എന്നിവർ 3 പേരും എൻട്രൻസ് റാമ്പിൽ നിൽക്കുന്നു. ഈ 11 പേരോടും ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി ത്രിബിൾ എച്ച് പറയുന്നു. 11 പേരും റിംഗിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഷീൽഡിലെ 3 പേരും അവശരായിട്ട് റിംഗിൽ കിടക്കുന്നു. റിംഗിലിട്ടുകൊണ്ട് വീണ്ടും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സെത്ത് റോളിൻസിനെയായിരുന്നു ആദ്യം തന്നെ എവല്യൂഷൻ ടീം ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റോമൻ റെയ്ൻസ് വന്നുകൊണ്ട് ഇവരെ 3 പേരെയും വീണ്ടും അറ്റാക്ക് ചെയ്തു. പക്ഷെ റാൻഡിയുടെ കയ്യിൽ നിന്നും കിട്ടി RKO. റോമൻ റെയ്ൻസിനെ ബാറ്റിസ്റ്റ ബോംബ് ചെയ്യുകയുണ്ടായി. എഴുന്നേറ്റ് വന്ന സെത്ത് റോളിൻസിനെ റാൻഡി ഓർട്ടൺ RKO ചെയ്തു. റോളിൻസിനെ ബാറ്റിസ്റ്റ അദ്ദേഹത്തിന്റെ ബാറ്റിസ്റ്റ ബോംബ് വീണ്ടും ചെയ്യുകയുണ്ടായി. ഡീൻ ആംബ്രോസിനെ ബാറ്റിസ്റ്റ ബോംബ് ആൻഡ് RKO തമ്മിലുള്ള ഒരു കിഡിലൻ കോംബോ ഉണ്ടായിരുന്നു. ആ ഒരു കോംബോയും കൂടി ഇവർ ചെയ്തു. ഏറ്റവും അവസാനം ത്രിബിൾ എച്ച് ഒരു മൈക്ക് എടുത്തുകൊണ്ട് റോമൻ റെയ്ൻസിന്റെ മുഖത്തോട് അടുപ്പിച്ച് വെച്ചിട്ട് ബിലീവ് ഇൻ എവല്യൂഷൻ എന്ന് പറഞ്ഞു. അതായത് ഇവർ ബിലീവ് ഇൻ ഷീൽഡ് എന്ന് പറയുന്നത് പോലെ തന്നെ. എന്നിട്ട് റോമൻ റെയ്ൻസിനെ ത്രിബിൾ എച്ചിന്റെ പെഡിഗ്രി ചെയ്യുകയുണ്ടായി. റിംഗിൽ എവല്യൂഷൻ ഉയർന്നു നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു റോ എപ്പിസോഡ് അവിടെ അവസാനിച്ചത്. തൊട്ടടുത്ത ആഴ്ച റോ എപ്പിസോഡിൽ എവല്യൂഷൻ വന്നുകൊണ്ട് ഇവർ ഷീൽഡിനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചും എവല്യൂഷൻ ടീമിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടെ പറയുകയുണ്ടായി. ഇവർ 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷീൽഡിന്റെ എൻട്രി അവിടെ കണ്ടു. ഷീൽഡ് റിംഗിലേക്ക് എത്തിയപ്പോഴേക്കും എവല്യൂഷൻ ഇറങ്ങി റിംഗ് സൈഡിലേക്ക് പോവുകയുണ്ടായി. ഇവർ തമ്മിലുള്ള സംസാരം ഭയങ്കര പ്രശ്നമായി മാറിയപ്പോൾ റിംഗിൽ നിന്നും ഇറങ്ങി എവല്യൂഷനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീൽഡ് ഓടി വന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച ഷീൽഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന 11 പേരെ വീണ്ടും ത്രിബിൾ എച്ച് കൊണ്ടുവരിക
വരികയുണ്ടായി. എവല്യൂഷന്റെ കൂടെ ഈ 11 പേരും എൻട്രൻസ് റാമ്പിൽ നിൽക്കുകയുണ്ടായി. അതോടുകൂടി ഷീൽഡ് ഒന്നും തന്നെ ചെയ്യാതെ അവിടെ നിന്നും ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിക്കുകയായിരുന്നു. അടുത്ത ആഴ്ച റോ എപ്പിസോഡ് എക്സ്ട്രീം റൂൾസിന് മുൻപേ നടക്കുന്ന റോ എപ്പിസോഡാണ്. എക്സ്ട്രീം റൂൾസിൽ റോമൻ റെയിൻസും സെത്ത് റോളിൻസും ഡീൻ ആംബ്രോസും ടീമായിക്കൊണ്ട് എവല്യൂഷൻ ടീമിലെ ട്രിപ്പിൾ എച്ച്, റാൻഡി ഓർട്ടൺ, ബാറ്റിസ്റ്റ എന്നിവർക്കെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം മാച്ച് നടക്കുമെന്നുള്ളത് WWE കൺഫേം ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് റാൻഡി ഓർട്ടൺ വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു 1-on-1 മാച്ച് ആയിരുന്നു കൺഫേം ചെയ്തതും നടന്നിട്ടുണ്ടായിരുന്നതും. മാച്ചിന്റെ ഇടയ്ക്ക് റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ചും ബാറ്റിസ്റ്റയും റോമൻ റെയിൻസിനോട് ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി റോമനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിൽ സെത്ത് റോളിൻസും ഡീൻ ആംബ്രോസും വന്നുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെയും ബാറ്റിസ്റ്റയെയും ബാക്ക് സ്റ്റേജിൽ വെച്ച് റിംഗ് സൈഡിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നാൽ ബാറ്റിസ്റ്റയുടെയും ട്രിപ്പിൾ എച്ചിന്റെയും ഒരു കൈക്കിലായിരുന്നു അവർ രണ്ടുപേരും. ബാറ്റിസ്റ്റയും ട്രിപ്പിൾ എച്ചും കൂടി റോളിൻസിനെയും ആംബ്രോസിനെയും അടിച്ചൊരു പരിവമാക്കി. റിംഗിൽ നിന്ന് റോമനെ റാൻഡി ഓർട്ടനെ തോൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വില തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കുക എന്നുള്ളതിലായിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ മാച്ചിൽ നിന്നും ഇറങ്ങി വന്ന് ട്രിപ്പിൾ എച്ചിനെയും ബാറ്റിസ്റ്റയെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തു. ഷീൽഡിനെ 3 പേരെയും അറ്റാക്ക് ചെയ്ത് റിംഗ് സൈഡിൽ ഇട്ടതിനു ശേഷം റാൻഡി ഓർട്ടന്റെയും ട്രിപ്പിൾ എച്ചിന്റെയും ബാറ്റിസ്റ്റയുടെയും ഒരു ചിരി ഉണ്ടായിരുന്നു. വാവ്, ദ വില്ലന്മാരുടെ ചിരി. പിന്നീട് ഇവരെ റിംഗിലേക്ക് കൊണ്ടുവന്ന് ഡീൻ ആംബ്രോസിനെ ട്രിപ്പിൾ എച്ച് ഒരു പെഡിഗ്രി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാം റെഡിയായി, പെഡിഗ്രി ഇപ്പോൾ ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോൾ അതാ വരുന്നു സെത്ത് റോളിൻസ് പറന്നുകൊണ്ട് ട്രിപ്പിൾ എച്ചിന്റെ തലക്കിട്ടൊരു ചവിട്ടുമായി. ബാറ്റിസ്റ്റയെയും റാൻഡിയെയും അറ്റാക്ക് ചെയ്ത് റിംഗ് സൈഡിലേക്ക് ഇട്ടു. റിംഗിൽ ഇപ്പോൾ ട്രിപ്പിൾ എച്ച് മാത്രം. അതാ വരുന്നു റോമന്റെ കയ്യിൽ നിന്നും ഒരു കിണ്ണങ്കാച്ച് സ്പിയർ ടു ട്രിപ്പിൾ എച്ച്. ട്രിപ്പിൾ എച്ചിനെ ഷീൽഡിന്റെ പവർ ബോംബ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു റാൻഡി ഓർട്ടണും ബാറ്റിസ്റ്റയും കൂടി സ്റ്റീൽ ചെയർ എടുത്തുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതും ഡീൻ ആംബ്രോസും സെത്ത് റോളിൻസും ഇവരെ രണ്ടുപേരെയും ചവിട്ടിക്കൂട്ടി റിംഗ് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഷീൽഡ് ടീം റിംഗിൽ നിന്ന് പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു റോ എപ്പിസോഡും അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് 2014 എക്സ്ട്രീം റൂൾസ് പേപ്പർ വ്യൂ ആണ്. കിഡിലൻ മാച്ച് ആയിരുന്നു. മാച്ച് റിംഗിൽ മാത്രമായിരുന്നില്ല, റിംഗ് സൈഡിലും കാണികളുടെ ഇടയിലും എല്ലായിടത്തും ഓടി നടന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്ന കിഡിലൻ 6-man ടാഗ് ടീം മാച്ച് ആയിരുന്നു ഇത്. മാച്ചിന്റെ ഏറ്റവും അവസാനം ഡീൻ ആംബ്രോസും സെത്ത് റോളിൻസും ട്രിപ്പിൾ എച്ചും ബാറ്റിസ്റ്റയും കാണികളുടെ ഇടയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഡീൻ ആംബ്രോസിനെ ട്രിപ്പിൾ എച്ചും റാൻഡി ഓർട്ടണും കൂടി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാണികളുടെ ഇടയിൽ നിന്നും മുകളിൽ നിന്നും സെത്ത് റോളിൻസ് ഒരു ഡൈവ് ചാടുകയുണ്ടായി. 4 പേരും നിലം പരിശായി കിടക്കുകയായിരുന്നു. റിംഗിലുണ്ടായിരുന്നത് റോമൻ റെയിൻസും ബാറ്റിസ്റ്റയും മാത്രം. റോമനെ ബാറ്റിസ്റ്റ ബോംബ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് റോമൻ അതിൽ നിന്നും ഇറങ്ങി വന്ന് ഒരു സൂപ്പർമാൻ പഞ്ച് ബാറ്റിസ്റ്റയുടെ മോന്തക്കിട്ട് കൊടുത്തു. അതാ വരുന്നു സ്പിയർ ആൻഡ് 1, 2, 3 റോമൻ റെയിൻസ് ആൻഡ് ഷീൽഡ് ആർ ദ വിന്നേഴ്സ്. അങ്ങനെ കഷ്ടപ്പാടിനൊടുവിൽ ഷീൽഡ് ടീമിന് വിജയം ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സുഹൃത്തുക്കളായി ഒരാൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഷീൽഡ് ബ്രദേഴ്സ് എങ്ങനെ പിരിഞ്ഞു, എന്തിനു പിരിഞ്ഞു, ആർക്ക് വേണ്ടി പിരിഞ്ഞു, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയണ്ടേ. ഇതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ കാര്യങ്ങൾ, എങ്ങനെ ആ ഒരു ബ്രേക്കപ്പിലേക്ക് എത്തി, ബ്രേക്കപ്പിന് ശേഷം എന്ത് സംഭവിച്ചു, ഇതിൻ്റെ ബാക്ക് സ്റ്റേജ് സ്റ്റോറികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ അടുത്ത ആഴ്ചയിലെ സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. അടുത്ത ആഴ്ച ബ്രേക്കപ്പ് സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.